Hi students, welcome to a new class. Today we are going to discuss about foreign trade policy of India. Otherwise, it is also called as EXIM policy of India, that is export import policy of India. We are discussing the foreign trade policy or EXIM policy 2015 and to 2020. Okay. First of all, a foreign trade policy means what? We want to know about the foreign trade policy. ഫോറിൻ ട്രേഡ് പോളിസി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. The foreign trade policy is essentially a set of guidelines for the import and export of goods and services. സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഗൈഡ് ലൈൻസ് മാർഗനിർദ്ദേശങ്ങളാണെന്ത് ഫോറിൻ ട്രേഡ് പോളിസി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അഥവാ DGFT ആണ്. ദ ഗവേണിംഗ് ബോഡി ഫോർ ദി പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്നറിയപ്പെടുന്നത്. ഇവരാണ് എക്സ്പോർട്ടിനെയും ഇന്ത്യയിലെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും പ്രൊമോട്ട് ചെയ്യുന്നതും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും പരിപോഷിപ്പിക്കുന്നവരാണ് ഇവരാണ്. അത്തരത്തിലുള്ളൊരു ഗവൺമെൻറ് ബോഡിയാണ് അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡിയാണ് ഏത് ഈ പറയുന്ന DGFT. അപ്പോൾ ഈ DGFT ആണ് എന്ത് ചെയ്യുന്നത്? ഫോറിൻ ട്രേഡ് പോളിസി എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഫോറിൻ ട്രേഡ് പോളിസി ഈസ് ദ എസെൻഷ്യൽ ഗൈഡ് ലൈൻസ് ഫോർ ദി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് സാധനങ്ങൾ ഇറക്കുമതി കയറ്റുമതിയൊക്കെ ആയി ബന്ധപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും ആയി ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? ഫോറിൻ ട്രേഡ് പോളിസി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് സെവറൽ ലോസ്, റൂൾസ്, റെഗുലേഷൻ with concerned with the country. Okay, then foreign trade policy 2015 to 2020, 2015-2020 വർഷത്തെ foreign trade policy. All of you know that foreign trade policy has a 5-year period. ഒരു ഫോറിൻ ട്രേഡ് പോളിസിക്ക് 5 വർഷത്തെ കാലാവധിയുണ്ട്. ഇതിനു മുന്നേ പ്രീവിയസ് ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് പോളിസി അല്ലെങ്കിൽ എക്സിം പോളിസി എന്നറിയപ്പെടുന്നത് 2009 to 14 ആണ്. 2009 മുതൽ 2014 വരെ കാലഘട്ടമുള്ള ഫോറിൻ ട്രേഡ് പോളിസി ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി ദാറ്റ് ഈസ് കോൾഡ് ഫോറിൻ ട്രേഡ് പോളിസി 2015 to 2020. The Union Commerce and Industry Ministry has announced changes in India's foreign policy. The government has decided to continue relief under various export promotion schemes by granting an extension of the existing policy. നിലവിലുള്ള പോളിസിക്ക് ഒരു എക്സ്റ്റൻഷൻ വരുത്തിക്കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരുപാട് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമുകൾക്ക് എന്ത് ചെയ്തു? കുറേ റിലീഫ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഫോറിൻ ട്രേഡ് പോളിസി ഓഫ് ഇന്ത്യ 2015 and 2020. ഫോറിൻ ട്രേഡ് പോളിസി ആക്ട് 2015-20 അനൗൺസ്ഡ് ഓൺ 1st April 2015. 2015 ഏപ്രിൽ 1-ാം തീയതിയാണ് ഫോറിൻ ട്രേഡ് പോളിസി ഓഫ് ഇന്ത്യ 2015-20 എന്ത് ചെയ്തിട്ടുള്ളത്? അനൗൺസ് ചെയ്തിട്ടുള്ളത്. ടു സപ്പോർട്ട് മാനുഫാക്ചേഴ്സ് ആൻഡ് സർവീസ് സെക്ടേഴ്സ്, മാനുഫാക്ചേഴ്സിനെയും ഉൽപ്പാദകരെയും അതുപോലെ സർവീസ് സെക്ടറിനെയും സേവന മേഖലയെയും വിത്ത് സ്പെഷ്യൽ എംഫസൈസ് ടു ഇംപ്രൂവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. പ്രത്യേക പരിഗണന എന്തിനു കൊടുത്തു? ബിസിനസ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് സപ്പോർട്ട് കൊടുത്തു. ദിസ് 5-year ഫോറിൻ ട്രേഡ് പോളിസി, ഈ 5 വർഷ കാലാവധിയുള്ള ഫോറിൻ ട്രേഡ് പോളിസി ഇൻട്രൊഡ്യൂസസ് ന്യൂ സ്കീംസ് ഫോർ എക്സ്പോർട്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് പുതിയ സ്കീമുകൾ കൊണ്ടുവന്നു. സച്ച് ആസ് MEIS, മെർക്കൻഡൈസ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ സ്കീം, ആൻഡ് SEIS, സർവീസ് എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ സ്കീം. ഇങ്ങനെ 2 സ്കീമുകൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ട്രേഡ് ഫെസിലിറ്റേഷൻ ഓൾസോ ഇൻ വൺ ഓഫ് ദി ഫീച്ചർ ഓഫ് ഫോറിൻ ട്രേഡ് പോളിസി. ട്രേഡിനെ, വ്യാപാരത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഫോറിൻ ട്രേഡ് പോളിസി 2015-20 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്, പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഊന്നൽ കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്.
Foreign Trade Policy 2015-20, it provides a framework for increasing export of goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, മാത്രമല്ല ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ ജനറേറ്റ് ചെയ്യുക, ആൻഡ് ഇൻക്രീസിങ് വാല്യൂ അഡീഷൻ ഇൻ ദി കൺട്രി, വാല്യൂ അഡീഷൻ ഉണ്ടാക്കുക, മൂല്യവർദ്ധനവ് ഉണ്ടാക്കുക രാജ്യത്ത്, ഇൻ കീപ്പിംഗ് വിത്ത് മെയ്ക്ക് ഇൻ ഇന്ത്യ വിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ വിഷനായിട്ടുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ, അതുപോലെ സ്കിൽ ഇന്ത്യ പോലെയുള്ള പദ്ധതികളിൽ ഊന്നൽ നൽകിക്കൊണ്ട് അലൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, രാജ്യത്തെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക, ഇന്ത്യയിലെ പ്രൊഡക്ഷൻ വാല്യൂ അഡീഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ the focus of new policy is to support both the manufacturers and service sectors. പുതിയ പോളിസി എന്ത് ചെയ്തു, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടേഴ്സിന് ഒരുപോലെ എന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. വിത്ത് സ്പെഷ്യൽ എംഫസൈസ് ഓൺ ഇംപ്രൂവിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എളുപ്പത്തിൽ ബിസിനസ് ചെയ്യുക, ഈസ് ഓഫ് ഡൂയിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, മാനുഫാക്ചറിങ് സർവീസ് സെക്ടറുകൾക്ക് ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പോളിസി വന്നിട്ടുള്ളത്. ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ദ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ആൻഡ് measures required for the trade promotion, infrastructure development and overall enhancement of trade ecosystem. ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജികൾ, അതുപോലെ ട്രേഡ് പ്രൊമോഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, അതുപോലെയുള്ള ഓൾ ഓവർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ട്രേഡ് എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തു. അടുത്താണ് ഫീച്ചേഴ്സ് ഓർ ഹൈലൈറ്റ്സ് ഓഫ് ഫോറിൻ ട്രേഡ് പോളിസി. ഫസ്റ്റ് വൺ, ഗുഡ്സ്. ഇൻ ദി കേസ് ഓഫ് ഗുഡ്സ്, earlier there were 5 different schemes. മുന്നേ 2009-2014 വർഷത്തെ ഫോറിൻ ട്രേഡ് പോളിസി പ്രകാരം 5 സ്കീമുകളാണ് ഉണ്ടായിരുന്നത്. ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം, മാർക്കറ്റ് ലിങ്ക്ഡ് ഫോക്കസ് പ്രൊഡക്റ്റ് സ്കീം, അതുപോലെ തന്നെ ഫോക്കസ് മാർക്കറ്റ് സ്കീം, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഇൻസെൻറ്റീവ് സ്ക്രിപ്പ്, VKGUY എന്നിങ്ങനെ ഇത്തരത്തിലുള്ള പോളിസികളാണ് ഉണ്ടായിരുന്നത്, സ്കീമുകളാണ് ഉണ്ടായിരുന്നത്. ഫോർ റിവാർഡിംഗ് മെർക്കൻഡൈസ് എക്സ്പോർട്ട് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്യൂട്ടി സ്ക്രിപ്റ്റ്സ് വിത്ത് വേരിയിങ് കണ്ടീഷൻ അറ്റാച്ച്ഡ് ടു ദെയർ യൂസ്. മെർക്കൻഡൈസ്, അതായത് എന്ത് ചെയ്യുക, സാധനങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്കീമുകളാണ് ഉണ്ടായിരുന്നത്. ഡ്യൂട്ടി ഫ്രീ സ്ക്രിപ്റ്റ്സ് ആർ പേപ്പർ ഓതറൈസേഷൻ ദാറ്റ് അലോ ദ ഹോൾഡർ ടു ഇമ്പോർട്ട് ഇൻപുട്സ് വിച്ച് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ പ്രൊഡക്റ്റ് ദാറ്റ് ആർ എക്സ്പോർട്ടഡ്. ഡ്യൂട്ടി ഫ്രീ സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു, പേപ്പർ ഓതറൈസേഷൻ അലോ ചെയ്തിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻപുട്ടുകൾ, റോ മെറ്റീരിയൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അതല്ലെങ്കിൽ ടു മാനുഫാക്ചർ മെഷീനറി യൂസ്ഡ് ഫോർ പ്രൊഡക്റ്റിംഗ് സച്ച് ഗുഡ്സ് വിത്തൗട്ട് പേയിങ് ഡ്യൂട്ടി ഇക്വാലന്റ് ടു പ്രിൻറ്റഡ് വാല്യൂ ഓഫ് സ്ക്രിപ്റ്റ്. ഫോർ ഇൻസ്റ്റൻറ്റ്, എ ഡ്യൂട്ടി ഫ്രീ സ്ക്രിപ്റ്റ് വാല്യൂഡ് ഓഫ് ₹1 lakh അലോസ് ദ ഓണർ ടു ഇമ്പോർട്ട് ഗുഡ്സ് വിത്തൗട്ട് പേയിങ് ഡ്യൂട്ടി. ഡ്യൂട്ടി കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഡ്യൂട്ടി ഫ്രീ സ്ക്രിപ്പ് ₹1,00,000 വരെ വാല്യൂ ഉള്ളതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, പേയിങ് ഡ്യൂട്ടി ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അണ്ടർ ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി ഓൾ ദീസ് സ്കീംസ് ഹാവ് ഇമർജ്ഡ് ഇൻ ടു സിംഗിൾ സ്കീം. ഈ നേരത്തെ പറഞ്ഞ 5 സ്കീമുകളും എന്ത് ചെയ്തു, ഒരൊറ്റ സ്കീമിലേക്ക് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അതാണ് മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം, MEIS എന്ന് പറയുന്ന സ്കീം വന്നിട്ടുള്ളത്. സോ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സ്കീമുകളെയും 5 സ്കീമുകളെയും എന്ത് ചെയ്തു, ഒഴിവാക്കിയിട്ട് മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പുതിയൊരു സ്കീം വന്നു. അതാണ് മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് സർവീസസുമായി ബന്ധപ്പെട്ട്, സേവനങ്ങളുമായി ബന്ധപ്പെട്ട്. ദ സെർവ്ഡ് ഫ്രം ഇന്ത്യ സ്കീം ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് ദ സർവീസ് എക്സ്പോർട്ട്സ് ഫ്രം ഇന്ത്യ സ്കീം. സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീമാണ് എന്ത് ചെയ്ത്, നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സ്കീമുകളും റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. സർവീസ് എക്സ്പോർട്സ് ഇന്ത്യ സ്കീം ഈസ് സ്റ്റേറ്റഡ് ടു അപ്ലൈ സർവീസ് പ്രൊവൈഡേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ഇൻസ്റ്റെഡ് ഓഫ് ഇന്ത്യൻ സർവീസ് പ്രൊവൈഡേഴ്സ്. ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനാണ് ഈ സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം ബാധകമാവുന്നത്. ദെർഫോർ SEIS റിവാർഡ്സ് ടു ഓൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഓഫ് നോട്ടിഫൈഡ് സർവീസസ് who are providing service from India regardless the constitution or profile of the service provider. സർവീസ് പ്രൊവൈഡറുടെ പ്രൊഫൈലോ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനോ ഭരണഘടനയോ ഒന്നും പരിഗണിക്കാതെ ഇന്ത്യയിൽ നിന്നുമാണ് അവർ സർവീസ് കൊടുക്കുന്നത് എങ്കിൽ, ഇന്ത്യയിൽ നിന്നാണ് സർവീസ് കൊടുക്കുന്നത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം പ്രകാരമുള്ള റിവാർഡ്സ് എന്ത് ചെയ്യും, അവരുടെ എല്ലാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസിനും അവർക്ക് റിവാർഡ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്.
അടുത്തതാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. ദ പോളിസി ഫോറിൻ ട്രേഡ് പോളിസി 2015-2020 ഔട്ട്ലൈൻഡ് എക്സ്റ്റെൻഡഡ് ഇൻസെൻറ്റീവ്സ് ഫോർ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സെസ് അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾക്കും എന്ത് ചെയ്തു, ഈ പറയുന്ന ഫോറിൻ ട്രേഡ് പോളിസി പ്രകാരമുള്ള ഇൻസെൻറ്റീവുകൾ കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ എക്സ്പോർട്ട് ഹൗസസ്. ദ നോമൻക്ലേച്ചർ ഓഫ് എക്സ്പോർട്ട് ഹൗസ്, സ്റ്റാർ എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ്, സ്റ്റാർ ട്രേഡിംഗ് ഹൗസ്, പ്രീമിയർ ട്രേഡിംഗ് ഹൗസ് സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സിംപ്ലിഫൈഡ്. നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പോർട്ട് ഹൗസ്, സ്റ്റാർ എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ്, സ്റ്റാർ ട്രേഡിംഗ് ഹൗസ്, പ്രീമിയർ ട്രേഡിംഗ് ഹൗസ് സർട്ടിഫിക്കറ്റുകൾ ഒക്കെ സിംപ്ലിഫൈ ചെയ്യുകയും ചേഞ്ച്ഡ് ടു 1, 2, 3, 4, 5 സ്റ്റാർ എക്സ്പോർട്ട് ഹൗസ്, 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ എന്നിങ്ങനെയുള്ള എക്സ്പോർട്ട് ഹൗസുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്, ബിസിനസ് ലീഡേഴ്സ് ഹു ആർ എക്സൽഡ് ഇൻ ദി ഇൻ്റർനാഷണൽ ട്രേഡ്, വിദേശ വ്യാപാരത്തിൽ എന്ത് ചെയ്തു, കഴിവ് തെളിയിച്ചിട്ടുള്ള, പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ബിസിനസ് ലീഡേഴ്സ് ഹാവ് സക്സസ്ഫുള്ളി കോൺട്രിബ്യൂട്ടഡ് ടു ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന് വിജയകരമായി ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള അവരെന്ത് ചെയ്യുന്നു, അംഗീകരിക്കും സ്റ്റാറ്റസ് ഹോൾഡർ നൽകിക്കൊണ്ട്. ആൻഡ് ഗിവ് സ്പെഷ്യൽ പ്രിവിലേജസ്, പ്രത്യേക അധികാരങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൽകും. ടു ഫെസിലിറ്റേറ്റ് ദെയർ ട്രേഡ് ട്രാൻസാക്ഷൻ, അവരുടെ ട്രേഡ് ട്രാൻസാക്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദെയർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടൈം, അവരുടെ ട്രാൻസാക്ഷൻ കോസ്റ്റും ടൈമൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്പെഷ്യൽ പ്രിവിലേജസ് എന്ത് ചെയ്യുന്നു, ഇവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അടുത്തതാണ് റിസോൾവിങ് കംപ്ലയൻസ്. ഇൻ an effort to resolve quality, compliance and trade disputes between exporters and importers, a new chapter on quality, compliance and trade disputes has been incorporated into the foreign trade policy. കംപ്ലൈൻറ്റുകൾ, ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു പുതിയ ചാപ്റ്റർ ഓൺ ക്വാളിറ്റി, കംപ്ലൈൻസ് ആൻഡ് ട്രേഡ് ഡിസ്പ്യൂട്ട് എന്നുള്ള ഒരു വിഭാഗം എന്ത് ചെയ്തു, ഫോറിൻ ട്രേഡ് പോളിസിയിൽ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ദർ വുഡ് ബി നോ കണ്ടീഷനാലിറ്റി അറ്റാച്ച്ഡ് ടു എനി സ്ക്രിപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ ദി സ്കീം. ഈ സ്കീം പ്രകാരം യാതൊരു വിധത്തിലുള്ള കണ്ടീഷനാലിറ്റിയും ഓരോ സ്ക്രിപ്റ്റ്സിൻ്റെ കൂടെയും ആഡ് ചെയ്തിട്ടില്ല. ഫോർ ഗ്രാൻഡ് ഓഫ് റിവാർഡ്സ് അണ്ടർ MEIS, മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സർവീസസ്, അതുമായി ബന്ധപ്പെട്ട് റിവാർഡുകൾ കൊടുക്കുന്നതിൽ കൺട്രീസ് ഹാവ് ബീൻ കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു, തരംതിരിച്ചു എന്നുള്ളതാണ്. വെറാസ് റേറ്റ് ഓഫ് റിവാർഡ് അണ്ടർ MEIS പ്രകാരമുള്ള റേറ്റ് ഓഫ് റിവാർഡ് 2% മുതൽ 5% വരെയുള്ള 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. അതായത് മെർക്കൻഡൈൽ എക്സ്പോർട്ട് കൂട്ടുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡ് കൊടുക്കുന്നുണ്ട്. ആര്? സെൻട്രൽ ഗവൺമെൻറ്. അത് 2% മുതൽ 5% വരെ ആക്കി എന്നാണ് പറയുന്നത്. അണ്ടർ SEIS, സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സർവീസസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സെലക്റ്റഡ് സർവീസസിൻ്റെ മുകളിൽ 3% മുതൽ 5% വരെയുള്ള എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റിവാർഡ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പറയുന്നു എക്സ്റ്റെൻഡഡ് ഫോറിൻ ട്രേഡ് പോളിസി 2015-2020. ഇത് എക്സിസ്റ്റിംഗ് FTP 2015-2020, 2015-2020 വർഷത്തെ ഫോറിൻ ട്രേഡ് പോളിസി വിച്ച് ഈസ് വാലിഡ് അപ് ടു March 31, 2021. അതെന്ത് ചെയ്തു, വാലിഡ് ആയിട്ടുള്ള ഏതുവരെയാണ്, March 31, 2021 വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വാലിഡിറ്റി ഉണ്ട്. ഈസ് എക്സ്റ്റെൻഡഡ് അപ് ടു, അത് എക്സ്റ്റെൻഡ് ചെയ്തു ആസ് പെർ ദിസ് കോവിഡ് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു, ഫോറിൻ ട്രേഡ് പോളിസി 2015-2020 എക്സ്റ്റെൻഡഡ് അപ് ടു September 30, 2021, 2021 സെപ്റ്റംബർ 30 വരെ എന്ത് ചെയ്തു, നീട്ടി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ദെൻ താങ്ക് യു.